നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ. അതായത് റോഡിലൂടെ എങ്ങനെ പേടിയും വെപ്രാളവും വിറയലും കൂടാതെ എങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം ഓടിക്കുക എന്നതിനെ പറ്റിയാണ്. ഞാനത് ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഓടിച്ച് തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ ഞാൻ ആദ്യം മുതൽ കയറിയിരുന്ന് എടുത്ത് വണ്ടി പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട്, ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾക്ക് റോഡിലൂടെ എങ്ങനെ തനിയെ വേടിയും വിറയലും കൂടാതെ എങ്ങനെ ഓടിക്കുക, ഒരു വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനിപ്പോ ഇവിടുന്ന് റോഡിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് എല്ലാം കൃത്യമായിട്ട് തന്നെ, വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് എല്ലാം കൃത്യമായിട്ട് തന്നെ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ വാഹനത്തിൽ കയറിയിരുന്ന് നമ്മുടെ സീറ്റ് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക. ഞാൻ നേരത്തെ അതിനെപ്പറ്റിയൊക്കെ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. എന്നാലും അത്യാവശ്യം ഞാൻ പറഞ്ഞു പോകാം. നമ്മൾ സീറ്റിൽ എങ്ങനെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട രീതിയിലും ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ച സീറ്റ് അഡ്ജസ്റ്റ്, നമ്മുടെ ചാര അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി വാഹനം 1, 2 സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ 2 സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുന്നു. 2 സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്തതിനു ശേഷം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. ഞാനാണ് സീറ്റ് ബെൽറ്റ് വിട്ടു. സീറ്റ് ബെൽറ്റ് വിട്ടതിന് ശേഷം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് വീട്ടിൽ ഞാൻ എടുക്കുകയാണ്, ഞാൻ അങ്ങനെ നോക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കുന്നു. അല്ലേ, ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തോണ്ട് പോകാം. നമുക്കവിടെ സ്പേസ് കുറവായതുകൊണ്ട് മെല്ലെ തന്നെ എടുക്കുക. ആണ്ടാ, മെല്ലെ എടുത്തോണ്ട് പോകുന്നത് നമ്മൾ പതിയെ അങ്ങോട്ട് എടുത്തോണ്ട് പോകാം. കൃത്യമായിട്ട്. അപ്പൊ ഒരുപാട് എടുത്തോണ്ട് പോകാം, വേണമെങ്കിൽ ഭയങ്കര സ്പീഡായി പോകും. പ്രത്യേകിച്ച് ഒരു മെയിൻ റോഡാണ്, അവിടുന്ന് വണ്ടികളൊക്കെ വരാം. അപ്പൊ പതിയെ ബ്രേക്കിന് സ്പീഡ് കൂടുതൽ, ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സ്പീഡ് കൂടുതൽ നമ്മുടെ ബ്രേക്കിന് സെറ്റ് ചെയ്തുകൊണ്ട് പതുക്കെ ഇറങ്ങുന്നത്. കണ്ടാ, ബ്രേക്കിനും പ്രസ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഞാൻ 2 സൈഡിലും നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, നമ്മുടെ റോഡിന്റെ നമുക്ക് എങ്ങോട്ടാ റൈറ്റിലും ലെഫ്റ്റിലും പോകാം. ഞാനിപ്പോ റൈറ്റോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഞാൻ 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്തു, ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കുകയാണ്. വണ്ടി എടുത്തോണ്ട് ഞാനിപ്പോ ആ സൈഡിലേക്ക് പോകുന്നു, നമ്മുടെ സൈഡിലേക്ക് പോവാണ്. കേട്ടാ, അവിടേക്ക് ചെന്നു. കേട്ടാ, കൃത്യമായിട്ട് ആ ഭാഗത്തേക്ക് വന്നു വണ്ടി. അപ്പൊ നമ്മൾ പതിയെ തന്നെ അങ്ങോട്ട് പോവാ. കേട്ടാ, നമ്മുടെ സൈഡിൽ തന്നെ പോകുന്നു. ഇപ്പൊ എനിക്ക് അവിടെ ഒരു ജംഗ്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗിയർ തന്നെ പോകും. ഞാനൊരു ബിഗിനർ ഓടിക്കേണ്ട രീതി തന്നെയാണ് ഞാൻ ഓടിച്ച് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പേടി കൂടാതെ ഇതുപോലൊക്കെ ഉള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ ഗിയറും നമ്മൾ പെട്ടെന്ന് വലിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഗിയർ തന്നെയാണ് എടുക്കുന്നത്. അല്ലേ, അവിടെ ജംഗ്ഷൻ ഉണ്ട്, വണ്ടികളെല്ലാം ഉള്ളതാണ്. ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി കൊടുത്തു, പതിയെ അങ്ങോട്ടാണ്. അപ്പൊ സ്പീഡ് കൂടുതൽ ഞാൻ ബ്രേക്കിൽ സെറ്റ് ചെയ്തു. എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. കേട്ടോ, അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ അങ്ങോട്ട് പോകുന്നത് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, പതിയെ ബ്രേക്കിന് ചവിട്ടി നിർത്തി. കേട്ടാ, നിർത്തിയതിനു ശേഷം നമ്മൾ 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് നോക്കുകയാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളൊരു വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെയാണോ നോക്കണം. കാരണം നമ്മൾ എല്ലാപ്പോഴും ഓടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ആവണമെന്നില്ല. ഞാൻ വീണ്ടും ന്യൂട്രലാക്കി വീണ്ടും ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തു. ഫസ്റ്റ് ഗിയർ തന്നെ ആയിരുന്നു, എന്നാലും ഞാനത് നമ്മൾ ഓർമ്മയോട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. എന്നിട്ട് 2 സൈഡിലും വണ്ടി ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്ത് നമ്മൾ എടുക്കാവൂ. ഇപ്പൊ ഈ ഭാഗത്തും നമ്മൾ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ഇങ്ങനെ എപ്പോഴും നോക്കിയിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും, അതായത് ഒരു 10 അടി 15 അടി ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് പോകേണ്ടത് നോക്കി എന്ത് ചെയ്യാം. കണ്ടാ, പതിയെ അങ്ങോട്ട് എടുക്കുക. ഞാൻ ബ്രേക്ക് മാറ്റി ക്ലച്ച് മെല്ലെ എടുക്കുകയാണ്. മെല്ലെ എടുത്ത് കണ്ടാ, മെല്ലെ എടുത്ത് നമ്മുടെ ആ ഭാഗത്തേക്ക് വരുന്ന വരെ നിങ്ങൾ ക്ലച്ച് എല്ലാം എടുത്ത് വിടരുത്. നേരെ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് ഫുൾ എടുക്കുക. കണ്ടാ, അപ്പൊ നമ്മുടെ കൈ കൺട്രോൾ ആകും. അപ്പൊ നമ്മൾ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കും. ഞാൻ സ്വല്പം ഒന്ന് ആസൈഡ് കൊടുത്ത് ആസൈഡ് മാറ്റി ക്ലച്ച് ചവിട്ടി കൃത്യമായിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ എവിടെ നോക്കി വേണം. കാരണം സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും പോകാൻ പാടില്ല. കാരണം പലരും എന്ത് ചെയ്യും, ഈ ഗിയറിലേക്ക് പിടിക്കും, സ്റ്റിയറിംഗ് മുറുകെ കയറിയാൽ പിടിക്കും. എന്ത് ചെയ്യും, വണ്ടി ഒന്നീ ലെഫ്റ്റിലൂടെ റൈറ്റ് സൈഡിലൂടെ എല്ലാം പോകും. അപ്പൊ സെക്കൻഡ് തന്നെയാണ് പോകുന്നത്. എനിക്ക് അവിടുന്ന് ലെഫ്റ്റ് ആണ് പോകുന്നത്. ഞാൻ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് നോക്കി. കണ്ടില്ലേ, ഞാൻ പതിയെ തന്നെ ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു, ക്ലച്ചിലും സ്ലോ ചെയ്തുകൊണ്ട് ഞാൻ പതിയെ അങ്ങോട്ട് എടുക്കുകയാണ്. കേട്ടാ, കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സൈഡിലേക്ക് തന്നെ. അപ്പൊ നമ്മൾ നേരെ ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചിൽ നിന്ന് നിങ്ങൾ മുഴുവനും എടുത്ത് വിടാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു, ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്കും ചവിട്ടി, ബ്രേക്കോട് ചവിട്ടി ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് നിർത്തിയതിനു ശേഷം. കാരണം നിങ്ങൾ ഇങ്ങനെ പതിയെ തന്നെ എടുത്ത് തന്നെ പഠിക്കണം. കാരണം ആ വരുന്ന വരവിന് തന്നെ എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും, നിങ്ങൾ ആ വണ്ടിയെ കണ്ടോണ്ടിരിക്കും, ചെറിയ തിരിയത്തില്ല, പെട്ടെന്ന് എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുക, ഒരു വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, ഒരു വണ്ടി ഓപ്പോസിറ്റ് വരിക, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൈഡിൽ ആ വണ്ടി കിടക്കുന്നത്, അപ്പൊ നമ്മൾ നിർത്തി കൊടുക്കുക. നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയർ വന്നു, ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കി എടുത്തു പെട്ടെന്ന്. അല്ലെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ തുടക്കക്കാരെ സംബന്ധിച്ചുള്ള പലരും എന്ത് ചെയ്യും, വരുന്ന ഗിയറിൽ അവിടെ കൊണ്ട് നിർത്തും. നിർത്തിച്ച് പിന്നെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കും, ഗിയർ മാറത്തില്ല. അപ്പൊ ഗിയർ മാറാൻ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്ലോപ്പും അതുപോലെ തന്നെ കയറ്റമൊക്കെ ആയിരിക്കും. എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും.
അപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിർത്തിയ ശേഷം നിങ്ങൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ ആ വരുന്ന ഗിയർ തന്നെ എടുത്തിട്ട് നിങ്ങൾ ഗിയർ മറന്നുപോയി എന്ത് ചെയ്യരുത്, വണ്ടി നിർത്തിയ വണ്ടി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇപ്പൊ എനിക്ക് ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, ഞാൻ ഫസ്റ്റ് ഗിയർ തന്നെയാണ്, നല്ലൊരു കയറ്റമായിരുന്നു, ഫസ്റ്റ് ഗിയർ തന്നെ വന്നു, ക്ലച്ച് ചവിട്ടി കണ്ട പതിയെ ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ച് ഒന്ന് മെല്ലെ എടുത്തു. കാരണം ഫസ്റ്റ് വീല് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേന് നമ്മൾ ക്ലച്ച് നിന്ന് എടുത്ത് തുടങ്ങിക്കോണം, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലെ വീല് കയറി വരികയല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ വീല് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേന് ഞാൻ ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ച് നിന്ന് എടുത്ത് തുടങ്ങിയായിരുന്നു. എന്നാലേ കൃത്യമായിട്ട് നമുക്ക് ബായിക്കുന്ന വണ്ടി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ജെർക്കിങ് കൂടാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ സാധിക്കും. എനിക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണം, ഞാൻ ചെയ്തു ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു. ചെറിയൊരു ഇറക്കമാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ലച്ച് ചവിട്ടി ആസോട്ട് കൊടുക്കാതെ തന്നെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്തത്. അല്ലേ, നമ്മുടെ സൈഡിൽ കൂടെ തന്നെ അങ്ങ് പോവാ. കണ്ടാ, നമ്മളിപ്പോ ഇത്രയും നേരം വന്നു, ഇത്രയും നേരം വന്നപ്പോഴും നമ്മള് ഈ ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമാണ് നമ്മൾ ഈ ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ നിങ്ങള് ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാരണം, ഞാൻ പല പല വീഡിയോകളായി പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ 5ാമത്തെ ഗിയർ എപ്പോഴാണ് ഇടുന്നത്, എവിടെ ചെല്ലുമ്പോൾ ഇടണം, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 1ാമത്തെ ഗിയർ ഇട്ടിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പോലും നിങ്ങൾക്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും എടുത്തേണ്ടതല്ലേ. ഞാനിപ്പോ ഇവിടെ വരെ വന്നു, അപ്പൊ പലരും വിചാരിക്കുന്നത് എന്താ, ഇപ്പൊ വണ്ടി അങ്ങോട്ട് പഠിക്കാൻ പോകുമ്പോഴത്തേന് പെട്രോൾ മൊത്തം കത്തിപ്പോ വണ്ടിക്കാണ്ട് കംപ്ലൈന്റ് ആയി പോകുന്നുള്ള രീതിയാണ്. നിങ്ങൾക്ക് കൈ ബാലൻസും കാൽ ബാലൻസും ആകുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 5ാമത്തെ ഗിയറെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ബാലൻസ് ആകുന്ന വരെ നിങ്ങൾ പെട്രോൾ നോക്കുക, ഡീസൽ നോക്കുക ചെയ്യാതെ വണ്ടിക്ക് കംപ്ലൈന്റ് വരാത്ത രീതിയിൽ നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും, കാരണം വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ലാതിരിക്കുന്ന ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളാണ്. കാരണം ആ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ചിലപ്പോൾ അത്രയും സ്പീഡ് നമ്മൾ സ്ലോ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിയർ മാറിയില്ലെന്നെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടാകാം. അപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലും ആണെങ്കിൽ വണ്ടിക്ക് അധികം കംപ്ലൈന്റുകളോ ഡാമേജുകളോ ഉണ്ടാകാതെ, ഇച്ചിരി ഡീസൽ ഇച്ചിരി കൂടുമെന്ന് പറഞ്ഞാലും അല്ല പെട്രോൾ ഇച്ചിരി കൂടുമെന്ന് പറഞ്ഞാലും വണ്ടിക്ക് വലിയ കംപ്ലൈന്റുകൾ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, കാരണം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങും ആ സമയത്ത് ആ ഗിയറിലെ ആ ഒരു സ്പീഡ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. അത് തന്നെയല്ല, പെട്ടെന്ന് നമുക്കൊരു വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലും ആ ഒരു ഗിയറിലൊക്കെ ആണെങ്കിൽ എടുത്തില്ല, പെട്ടെന്ന് നമ്മുടെ കാലുകളൊക്കെ പ്രവർത്തിക്കത്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പം ഈ സമയത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും, ഞാൻ ആ സെക്കൻഡിൽ തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത്. ആണ് ചെറിയൊരു കയറ്റവും ഇറക്കവും ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ ചെറിയ റോഡും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ അധികം ആക്സിലറേറ്റർ യൂസ് ചെയ്യാതിരുന്നാൽ മതി. ആവശ്യത്തിന് മാത്രം വണ്ടി ഉരുളണം, ആ ഒരു ആവശ്യത്തിന് മാത്രമുള്ള ആക്സിലറേറ്റർ നിങ്ങൾ കൊടുത്താൽ ചിലത് സെക്കൻഡ് ഗിയറിലാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എനിക്ക് ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ട്, കയറ്റമാണ്, ഞാൻ ക്ലച്ച് മാത്രമേ ചവിട്ടുന്നുള്ളൂ. കാരണം ബ്രേക്ക് കൂടെ വെച്ചാൽ വണ്ടി സ്ലോ ആയി പോകും തീരെ. എന്നിട്ട് ഫസ്റ്റ് വീൽ ഇറങ്ങി പതിയെ ക്ലച്ചിൽ എടുക്കാൻ, എന്നാലേ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തുള്ളൂ, വലിയ ജെർക്കിംഗ് ഇല്ല. നിങ്ങൾ തന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു, വലിയ ജെർക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഹമ്പി ആടിപ്പെടും. ഫ്രണ്ട് വീണ്ടും ഒരു ഹമ്പുണ്ട്, ചെറിയൊരു കയറ്റം കൂടാണ്. അപ്പൊ കയറ്റം കൂടെ ആയതുകൊണ്ട് ഞാൻ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുത്തു. കാരണം അതിന്റെ അടുത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, തെറിക്കും വണ്ടി. കാരണം കയറ്റം കൂടെ ആണ്ട് അത് ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്ലച്ചിൽ നിന്ന് കറക്റ്റ് ആയിട്ട് അല്ല എടുക്കുന്നതിന് വേണ്ടി വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയൊരു കയറ്റം വേണ്ട. ഇപ്പൊ എനിക്കടുത്ത് ലെഫ്റ്റ് ആണ് പോകുന്നത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ആക്കി കൊടുക്കുകയാണ് വണ്ടി. കണ്ടാ, നമ്മൾ റോഡ് കാണുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അല്ല നിങ്ങൾ റോഡ് കാണുന്നതിന് മുമ്പേ നിങ്ങൾ എത്ര തിരിക്കണം അങ്ങനെയൊന്നും വേണം. നിങ്ങൾ പോകേണ്ട റോഡ് നിങ്ങൾ കാണുന്നതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. അല്ലാതെ ഇവിടെ ഈ റോഡിന് ഇത്ര തിരിക്കണം, അല്ലെങ്കിൽ ഇത്ര തിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ എത്രയാണ് തിരിക്കേണ്ടത്, എത്ര ക്ലച്ച് എടുക്കണം, എത്ര ആസിഡ് എടുക്കണം, ഇങ്ങനെ ഒന്നുമില്ല. നമുക്കൊരു റോഡിൽ നമുക്ക് ഇങ്ങനെ ഒരു അളവൊന്നുമില്ല. കാരണം നമുക്ക് അന്നേരത്തെ സന്ദർഭ സാഹചര്യമാണ് നമ്മൾ ഓരോ റോഡിലും ഓരോ സമയത്തും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം, 70, 75, 80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നമ്മൾ ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, ഓ അവിടെയാണോ, ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ വരുമോ, ഇപ്പൊ ഇത്രയും ദൂരമല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഇത് കണ്ടില്ല, ഒരു ആള് ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ വാഹനവും വരുന്നുണ്ട്. നമ്മൾ എന്ത് ആളിനെ നോക്കിക്കൊണ്ട് പോകരുത്. നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം, നമ്മൾ റോഡിലായതുകൊണ്ട് നമ്മൾ സ്ലോ ചെയ്തു കേട്ടോ, നമുക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മള് വണ്ടി സ്ലോ ആകുന്നതനുസരിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ക്ലച്ച് നിങ്ങൾ അത്രയും ചവിട്ടി കൊടുക്കുക എന്നുള്ളതാണ്, താത്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആ ക്ലച്ച് താത്താൽ മാത്രമേ വണ്ടി ഓഫ് ആകാതിരിക്കത്തുള്ളൂ. കാരണം ഗിയറുള്ള വണ്ടി ആയതുകൊണ്ട് ഓഫ് ആകാതിരിക്കുള്ളൂ. പലരും എന്ത് ചെയ്യും, എന്തെങ്കിലും കണ്ടു കഴിയുമ്പോഴത്തേന് ബ്രേക്കിലേക്ക് പെട്ടെന്ന് അങ്ങ് വെക്കും, കാല് ക്ലച്ചിൽ തന്നോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ വണ്ടി ഓഫ് ആയി കഴിഞ്ഞാലും അവർക്ക് പ്രത്യേകം മനസ്സിലാകത്തില്ല വണ്ടി ഓഫ് ആയില്ലെന്നൊന്നും.
എന്ത് ചെയ്യും? ആ ബ്രേക്കിൽ വെച്ച കാല് പിന്നെ എടുത്ത് നോക്കുന്നതാണ് വണ്ടി മുന്നോട്ട് നീങ്ങാത്തപ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഓഫ് ആയി പോയോ എന്നുള്ളത്. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ നമുക്ക് വണ്ടി നിർത്തുമ്പോൾ ആവശ്യങ്ങളുണ്ട് ബ്രേക്ക്. പക്ഷെ ആദ്യം ബ്രേക്ക് ആണോ ക്ലച്ച് ആണോ ഒരു വണ്ടി സ്ലോ ആകുമ്പോൾ ചവിട്ടേണ്ടതെന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ബോധ്യം വന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ എനിക്ക് തേർഡ് ഗിയർ കൊടുക്കണം, ഞാൻ എന്ത് ചെയ്തു, സ്വല്പം ആക്സിലേറ്റർ കൊടുത്തു, ആക്സിലേറ്റർ മാറ്റി. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് തേർഡ് ഗിയർ എവിടെയാണെന്ന് മനസ്സിലാക്കണം. ആക്സിലേറ്റർ കൊടുത്തു, ആക്സിലേറ്റർ മാറ്റി, ക്ലച്ച് ചവിട്ടി, കണ്ട സ്റ്റിയറിംഗ് നിന്നും വിടുന്നില്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. തേർഡ് ഗിയർ കൊടുത്തതിന് ശേഷം നമുക്ക് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ഗിയർ വീണു പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വരുവോ ഇവിടുന്ന് ഒരു വണ്ടി വരുവോ, വളവാണല്ലോ, എന്താണ് അപ്പൊ ചെയ്യേണ്ടത്, ഇത് ആലോചിച്ചുകൊണ്ടാണ് വണ്ടി കൊണ്ട് പോകുന്നത്. നമ്മുടെ വണ്ടിയെ നിർത്താനുള്ള സാധനമുണ്ട്, സ്ലോ ചെയ്യാനുള്ള സാധനമുണ്ട്, തിരിക്കാനുള്ള സാധനമുണ്ട്, സ്പീഡ് കൂട്ടാനുള്ള സാധനമുണ്ട്, നിർത്താനുള്ള സാധനമുണ്ട്. അപ്പൊ എന്റെ കൈയും കാലും കൊണ്ടാണ് എനിക്ക് വണ്ടി ഓടിക്കേണ്ടത്. എന്റെ കൈയും കാലും എവിടൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അല്ല കുറെ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ 1, 2, 3, 4, 5 ഗിയർ ഇട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഡ്രൈവർ ആകുന്നില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇത്രയും ദൂരം വന്നു, ഒരു 5 കിലോമീറ്റർ അടുത്തോളം വന്നപ്പോഴും ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തില്ല, ഞാൻ നിങ്ങൾ ഓടിക്കുന്ന രീതി, എന്റെ ബിഗിനർ ഓടിക്കുന്ന രീതി തന്നെ ഞാൻ ഓടിച്ച് കാണിക്കുന്നത്. കാരണം നമുക്ക് ഇങ്ങനെ തന്നെ ഓടിച്ചാൽ മതി. അവിടെ 5 കിലോമീറ്റർ നമ്മൾ വന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇപ്പൊ എത്ര വന്നോ അത് മാത്രമേ ഉള്ളൂ അടുത്ത 5 കിലോമീറ്ററിൽ ഇനി ചെയ്യാനുള്ളൂ. കാരണം അവിടെ ചെയ്യുന്നത് നമുക്ക് സിറ്റുവേഷൻ, റോഡ് ചിലപ്പോൾ തിരക്ക് കാണും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ടാകും, സ്ലോ ചെയ്യേണ്ടതുണ്ടാകും. ഇതേലപ്പം നമ്മുടെ കൈയും കാലും കൊണ്ട് ഇപ്പൊ എവിടെയൊക്കെ ആ സമയത്ത് എന്താണ് നമ്മുടെ കൈയാണോ കാലാണോ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ സ്പീഡുകൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അന്നേരം ചെയ്താൽ മതി. ഇപ്പൊ എനിക്ക് ഫ്രണ്ടിൽ ഒരു ഹമ്പ് ഉണ്ട്, ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു, സ്ലോ ആക്കുന്നതിനോട് ക്ലച്ചൂടെ ചവിട്ടി സെക്കൻഡ് ആക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് സ്ലോ ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഫുള്ള് ഞാൻ ചവിട്ടി വെച്ചിട്ടില്ല, സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്തു, ഫസ്റ്റ് വീട് ഇറങ്ങി ബ്രേക്ക് ഒന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് എടുത്തു. കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ഹമ്പ് കൃത്യമായിട്ട്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ എല്ലാ റോഡുണ്ട്, ഞാൻ മിററിൽ നോക്കി, അവിടെ നിന്ന് വണ്ടിയില്ല, നേരെ അവിടെ വണ്ടി, റൈറ്റ് സൈഡിൽ വണ്ടിയില്ല, നേരെ നോക്കുന്നു. കേട്ടാ കൃത്യമാണ്. അപ്പൊ നമ്മൾ ആ സമയത്തല്ലേ നമ്മൾ ക്ലച്ചിലാണ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ ആണ്, ലെഫ്റ്റിൽ നിന്ന് വണ്ടി ഉണ്ടാകാം, സ്ട്രെയിറ്റിൽ വരെ നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. അപ്പൊ ഞാൻ ആ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്തും എനിക്ക് അവിടെ സ്പീഡ് കൂട്ടി പോകണ്ട. അപ്പൊ ഞാൻ ആ സൈഡിൽ നിന്ന് മാറ്റി. അപ്പൊ എനിക്ക് അവിടെ ആവശ്യങ്ങൾ, ആ സമയത്ത് ക്ലച്ചിന്റെ ആവശ്യങ്ങൾ ഉണ്ടാകാം, ബ്രേക്കിന്റെ ആവശ്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഒരു മുൻകരുതൽ എടുത്തേക്കണം. എനിക്ക് ഇനിയിപ്പം അവിടെ ചെല്ലുമ്പോൾ ആക്സിലേറ്ററല്ല, വളവായിട്ട് ആക്സിലേറ്ററല്ല ആവശ്യം, എനിക്ക് ക്ലച്ചിന്റെ ബ്രേക്കിന്റെ ആവശ്യങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ മുൻകൂട്ടി തന്നെ കരുതുക നമ്മുടെ കാല് ഈ ഭാഗത്തേക്ക് എവിടെയാണ് ചെല്ലേണ്ടതെന്നുള്ളത്. ആ കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ മെയിൻ റോഡാണ്, ആ മെയിൻ റോഡിലോട്ട് പോകുന്ന സമയത്ത് ഞാനിപ്പോ സെക്കൻഡിലാണ്, ഞാനിപ്പോ ഈ സൈഡിൽ കൂടെ തന്നെ പോകുന്നു. മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആക്സിലേറ്റർ ഒന്ന് മാറ്റി ക്ലച്ച് ചവിട്ടി കൊടുത്തു, പതിയെ ബ്രേക്കിലൂടെ ഒന്ന് വെച്ച് സ്ലോ ചെയ്തു. കൂടുതൽ ബ്രേക്ക് വെക്കാൻ പറ്റുന്ന ചെറിയൊരു സ്ലോപ്പ് കയറ്റമാണ്. അപ്പൊ പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വഴി കാണുന്ന അനുസരിച്ച് നിർത്തുക. ഇത് 1 സൈഡ് റോഡാണ്, അതായത് അവിടെ ഇങ്ങോട്ട് വണ്ടി വരല്ല, അപ്പുറത്തൂടെ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി, എനിക്ക് കാണാത്ത കൊണ്ട് നിർത്തി ഫസ്റ്റ് ഇട്ടു വണ്ടി ഇല്ലാത്തപ്പോൾ നമ്മൾ എടുത്താൽ മതി. ഇവിടെ നമ്മൾ അധികം നോക്കണമെന്നില്ല, കാരണം ഇതുവഴി വണ്ടി വരാനില്ല. അവിടുന്ന് വണ്ടി ഇല്ലാത്ത, അതായത് സ്പേസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്പേസിനകത്ത് വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ നമുക്ക് ഇതുപോലെ നമ്മുടെ സൈഡിലോട്ട് ആക്കി അങ്ങോട്ട് എടുക്കാം. കേട്ടാ കൃത്യമായിട്ട്. അപ്പൊ എടുത്ത് നമ്മൾ നേരെ ആകുന്ന വരെ ക്ലച്ചിൽ നിന്ന് ചെയ്ത് കൂടുതലായിട്ട് നിങ്ങൾ എടുത്ത് വിടരുത്. കേട്ടാ കൃത്യമായിട്ട് പോകുന്നു, നമ്മുടെ സൈഡിലൂടെ തന്നെ പോകുന്നു. അപ്പം നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് കംഫർട്ടബിൾ ആയി അടുത്ത ഗിയർ കൊടുക്കാമെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം ഗ്യാസായിട്ടൊന്ന് മാറ്റി ക്ലച്ച് ഔട്ട് സെക്കൻഡ് കൊടുത്തു. കേട്ടാ അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഓടിച്ചോട്ട് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, സൈഡുള്ള സ്ഥലത്തോട്ട് നോക്കിയിട്ട് നിങ്ങൾ പതിയെ ഒന്ന് നിർത്തി കൊടുക്കുക. ക്ലച്ച് ചവിട്ടുന്നു, സൈഡിലേക്ക് ആക്കുന്നു, ബ്രേക്ക് ഉടമെല്ലാം വെച്ച് നിർത്തിയതിനു ശേഷം വീണ്ടും നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോന്ന് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കണം. എന്നിട്ട് വീണ്ടും എനിക്ക് എടുക്കണം വണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, മിററിൽ നോക്കുന്നു, വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, പതിയെ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക. വേണ്ട എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ വന്നു, നമ്മുടെ സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി, വണ്ടികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പേസ് കിട്ടി. എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സൈഡിലാക്കുക, വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കുക, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സ്ലോ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുത്ത് വണ്ടി ആയതിനു ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് യൂ ടേൺ എടുക്കണം. ഞാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് തരണം, ഉറപ്പ് തരണം, വണ്ടി എടുക്കാമെന്നുള്ളത് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. കാരണം അവര് നമുക്ക് ഉറപ്പ് തന്നാലേ നമുക്ക് വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ. മിററിൽ നോക്കുന്ന വണ്ടിയില്ല. അപ്പൊ ഇവിടെ വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പകുതി കയറ്റി വെക്കാം. പകുതി കയറ്റി വെച്ചാവണം. പിന്നെ നമുക്ക് ആര് തരണം, ഉറപ്പ് തരണം, ഫ്രണ്ടിൽ നിന്ന് വരുന്നവര് തരണം. അവർ രണ്ടിടത്ത് വണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
യൂ ടേൺ കറക്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ. ആദ്യമേ നമ്മൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ശ്രദ്ധിക്കുക, വണ്ടി ഉണ്ടോ എന്ന് നോക്കുക, മെറിയ നോക്കുക, വണ്ടിയിലെന്ന് ഉറപ്പ് വരുത്തുക. വണ്ടിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും തീരുന്നത് നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ കൊടുത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം വരുന്നില്ല. അപ്പോൾ അവിടെ നോക്കുന്നതിലാണ് കാര്യം. അപ്പൊ മിററി നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി. എനിക്കിപ്പോ ബാക്കിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് വരുന്നുണ്ട്, ഇതിപ്പോ വണ്ടിയില്ല, ഞാൻ പതിയെ എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്ന് മാറ്റുകയാണ്. പതിയെ അങ്ങോട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റുന്ന സമയത്ത് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടികൾ വരുന്നുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്തു, റോഡോട്ട് കയറാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ തന്നെ നിർത്തി. കേട്ടാ, അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. എന്നാൽ മാത്രമേ ഒരു വണ്ടി ഇല്ലാത്ത സമയം നോക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ എനിക്ക് വണ്ടിയില്ല, ഞാൻ ചെയ്തു പകുതി അങ്ങോട്ട് വെച്ചു, എന്നിട്ട് അവിടെ നോക്കി വണ്ടിയില്ല, കണ്ടാ, എന്നിട്ട് എനിക്ക് ഞാൻ ചെയ്തു അങ്ങോട്ട് തിരിച്ച് നമ്മുടെ പോകേണ്ട ഭാഗത്തോട് നോക്കി അങ്ങ് തിരിച്ചെടുത്തു. കണ്ടാ, കൃത്യമായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം എവിടെ കിടക്കുന്ന ഒരു വാഹനമാണെങ്കിലും നമുക്ക് ഏത് തിരക്കിലാണെങ്കിലും നമുക്ക് യൂ ടേൺ ആണെങ്കിലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു വാഹന തിരക്കിലൂടെ നമുക്ക് എടുക്കാനും ഓടിക്കാനും പേടി കൂടാതെ ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുന്ന നല്ലൊരു കോൺഫിഡൻസ് ലെവലിൽ തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.